ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ സങ്കടത്തോടു കൂടി കേട്ടിരിക്കുകയാണ് വിക്രം. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, മോള് പറഞ്ഞ കാര്യം ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിക്രമ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മാഷ് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു മുറ്റത്തൊരു അയ്യപ്പ വിളക്ക് നടത്തും. അതല്ല ഇനി മാഷ് വന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ മാഷ കൂടെ ഞാനും പോകും. മാഷ് എവിടേക്കാണോ പോയത് അവിടേക്ക് ഞാനും പോകും. അതെൻ്റെ ജീവൻ കളയാനാണെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ പൊട്ടിക്കറിയാണേ. മാഷില്ലാത്ത ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഞാൻ നിൽക്കൂല, എനിക്കതിന് കഴിയൂല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പറഞ്ഞു, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, അച്ഛൻ വരും, ഉറപ്പായിട്ട് അച്ഛൻ വരും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലാമ്മ അങ്ങനെ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് വിക്രം ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വാസവൻ്റെ വീട്ടിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ വരികയാണ്. വരുൺ ഭക്ഷണം വിളമ്പട്ടേന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒന്നും പറയാതെ കസേര ദേഷ്യത്തോട് കൂടിയിട്ട് വലിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, വിക്രം ചേട്ടൻ്റെ അച്ഛനെ എവിടെയും ചോദിക്കുകയാണ് കേട്ടോ. നീ എന്താ ചോദിക്കുന്നത്? വിക്രം ചേട്ടൻ്റെ അച്ഛനുണ്ടല്ലോ, സുധാകരൻ മാഷ്, അങ്ങേര് എവിടെയെന്നാണ് ചോദിച്ചതെന്ന് ചോദിക്കട്ടെ. അത് എന്നോട് എന്താണെന്ന് ചോദിക്കുന്നത് എന്ന് ചോദിക്കട്ടോ. അച്ഛൻ്റെ പകയും വൈരാഗ്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അച്ഛൻ്റെ വിക്രം ചേട്ടനോട് പകയും പ്രതികാരവും വൈരാഗ്യമൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതൊരു പാവപ്പെട്ട മനുഷ്യൻ്റെ നേരെ ആവരുത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? വിക്രം ചേട്ടൻ്റെ അച്ഛൻ സുധാകരൻ മാഷെ കാണാനില്ല. 2-3 ദിവസമായിട്ട് സുചിന്തത്ത് വെച്ചാണ് വിക്രം ചേട്ടൻ്റെ അച്ഛനെ കാണാതായത്. അന്നേരം വാസവൻ പറയുന്നുണ്ട്, എടാ നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല. മാത്രമല്ല വിക്രമാണെന്നുണ്ടെങ്കിലും ഓക്കെ, വിക്രമിനെയാണ് കാണാതായെന്നുണ്ടെങ്കിൽ നീ പറയുന്നതിൽ അല്പം കാര്യമുണ്ടെന്ന് വിശ്വസിക്കാം. പക്ഷേ ഞാനൊരാളോട് പകയും പ്രതികാരം വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ നിൽക്കുന്ന ആൾ എനിക്ക് മുട്ടാൻ പറ്റുന്ന ആളായിരിക്കണം. വിക്രം ശരിയാണ്, അതിനുള്ള ആളുണ്ട്. പക്ഷേ വിക്രമിൻ്റെ അച്ഛൻ, അയാളായിട്ട് ഞാനൊരു ബന്ധവുമില്ല, ഒരു ഇടപാടുമില്ല. അയാളെ ഞാൻ ഉപദ്രവിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും വിക്രം ചേട്ടൻ അച്ഛനെ കാണാതായി എന്ന് പറയുകയാണ്. അപ്പോൾ വാസവൻ ഉറപ്പായിട്ടും പറയുന്നുണ്ട് ഞാനതല്ലാന്ന്. ഉടനെ തന്നെ വാസവൻ ശ്രീകാന്തിനെ കാണാൻ കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാണ്, അങ്ങേരെ തട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് എന്ത് കാര്യം? എനിക്ക് വിക്രമിനോട് പകയും പ്രതികാരമുണ്ട്, അത് ഉറപ്പാണ്. ആ 7-ാം കൂലി എൻ്റെ പെങ്ങളെ ഭർത്താവായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഞാൻ ഏത് സമയത്തും വിളിച്ച് പറയും. പക്ഷേ എന്ന് വെച്ചിട്ട് അവൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോകാൻ മാത്രമൊന്നും ഞാനില്ല. അങ്ങനെ തട്ടിക്കൊണ്ടുപോയിട്ട് എനിക്കെന്ത് കാര്യം? എനിക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടോ? അതും വാസവനെ പോലെ ഒരാൾ എൻ്റെ ബന്ധുവായിട്ട് വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതെന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വാസവൻ പറയും, എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയും. വിക്രം എൻ്റെ മോനും തമ്മിൽ യോജിപ്പായെങ്കിലും കൂടിയിട്ട് ഞാൻ എന്ത് കാര്യത്തിനും ശ്രീകാന്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുകയാണേ. ശ്രീകാന്തിന് ഞാൻ ഏറെക്കുറെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 100% ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തായാലും മോനോട് ഈ വക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട, എൻ്റെ അനിയത്തിയുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ മാത്രം ആലോചിച്ചാൽ മതി, അനിയത്തിയുടെ ചേച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കാൻ പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് വണ്ടി കയറിന്നിട്ട്, മോനെ വാസവ, നീ പണിക്കത്തെ വീട്ടിലെ പെണ്ണിനെ സ്വന്തമാക്കാന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്, നടത്തി തരാടാ എന്നൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് പോകുകയാണേ. അതിനുശേഷം പിന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ വാസവന് വല്ല സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സംശയമൊന്നുമില്ല, വെറുതെ അയാൾ വന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുകയാണേ. എന്തായാലും നമുക്ക് കുറച്ച് പ്ലാനിങ്ങുകൾ നടത്തണം എന്ന് പറയും. അപ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് തന്നെ, നമുക്ക് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് ആദ്യം വേണ്ടത് വേദ വീട്ടിലേക്ക് എത്താണ്. അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വാസവൻ്റെ മോനെ ഇല്ലാതാക്കുക എന്നുള്ളതാണെന്ന് പറയട്ടോ. അപ്പോൾ വാസവൻ്റെ മോനെ ഇല്ലാതാക്കിയത് വിക്രമാണെന്ന് നോക്കണം. നമ്മൾ വാസവൻ്റെ മോൻ്റെ കൂടെ നിന്ന് കല്യാണത്തിലേക്ക് എത്തിച്ചിട്ട് വാസവൻ്റെ മോനെ ഇല്ലാതാക്കണം, പിന്നിൽ നിന്ന് കുത്തണം. അതായത് പിന്നിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ വിക്രമായിരിക്കണം എന്ന് പറയുകയാണേ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയല്ലേ അച്ഛാന്ന് ചോദിക്കട്ടെ. അതെ, വിക്രം ജയിലിലും പോകും, വാസവൻ്റെ മോൻ ഇല്ലാതാവുകയും ചെയ്യും, വേദ വീട്ടിലെത്തുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുകയാണേ. ഇത് കറക്റ്റായിട്ട് നടപ്പിലാക്കണം. വേദന വീട്ടിലെത്തിക്കേണ്ട ചുമതല നിനക്കാണ്. പക്ഷേ വാസവൻ്റെ മോനെ ഇല്ലാതാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുകയാണ്. അന്നേരം ശ്രീകാന്ത് അത് സമ്മതിക്കുന്നുണ്ട്. അത് ശരി അച്ഛാ, അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും വേദനയെ നമുക്ക് വീട്ടിലെത്തിക്കണം. അതിനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടല്ലോ അച്ഛാ എന്ന് പറയാം കേട്ടോ. അതെ, അത് വേഗം നടപ്പിലാക്കണം എന്ന് പറയും. അതിനുശേഷം പിന്നീട് CI സാബു വരികയാണേ. സാബു വന്നിട്ട് വിക്രമിനെ കാണുമ്പോൾ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്താ, അപ്പോൾ വിക്രമൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെന്താ നീയൊന്നും മിണ്ടാത്തത്, മാലിട്ടതുകൊണ്ട് മൗനവ്രതത്തിലാണോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും വേദ വരികയാണേ. അപ്പോൾ വേദ ഒന്ന് ചോദിക്കണം, എന്താ സാറേ, എന്താ കാര്യം ചോദിക്കണം. വക്കീൽ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, അത് ഞാൻ മറന്നുപോയി.
അതേ ഞങ്ങൾക്ക് മാഷൊന്ന് കാണാം, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്, ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും അച്ഛൻ പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. ആഹാ, നിൻ്റെ വായിലൊന്നും ആവുണ്ടോടോ, ഞാൻ വിചാരിച്ച മൗനവ്രതത്തിലായിരിക്കുന്നു. എവിടേക്ക് പോയി അച്ഛൻ? അപ്പോൾ വേദ പറയും പറയടാ എവിടേക്ക് പോയി? അപ്പോൾ വേദ പറയുകയാണേ അച്ഛൻ 2 ദിവസമായിട്ട് മിസ്സിങ് ആണ്. മിസ്സിങ്ങോ? ആ, സുചീന്ദ്രത്ത് വെച്ച് അച്ഛനെ കാണാതായി എന്ന് പറയാണ് കേട്ടോ. ആഹാ, എന്നിട്ടാണോ നീ പുറത്ത് പോയി എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ നോക്കുകയാണേ. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതേ നിങ്ങളെന്തിനാണ് ഇതൊക്കെ മറച്ചു വയ്ക്കാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളെന്താ ഈ ഒരു പെറ്റീഷനൊന്നും കൊടുക്കുന്നില്ലേ? മാഷ കാണാണ്ടായിട്ട് കേസ് ഫയലുണ്ട്, നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ കാണാതായത് എന്ന് ചോദിക്കും കേട്ടോ കമലാമ്മനോട്. അപ്പോൾ അതേന്നുള്ളത് കാണിക്കും കേട്ടോ. എന്നിട്ട് എന്താ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാത്തതെന്ന് പറയുമ്പോൾ വേദ പറയും ഞങ്ങൾ അവിടെ തന്നെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അപ്പം തന്നെ ആ സമയത്ത് തന്നെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ. അവിടെ ഫയൽ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ അറിയിക്കണ്ടേ? ഞങ്ങൾക്ക് അവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിക്കാൻ കേട്ടോ. അന്നേരം വേദ പറയാണ് വിക്രം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് വിക്രമിനെ ഇല്ലാതാക്കാനോ വിക്രമിനെ അകത്താക്കാനോ ഒന്നും ഓടി നടക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ടാണ് വിക്രം അങ്ങനെ പറഞ്ഞത്, അതിനൊരു കാരണം ഉണ്ടെന്ന് കരുതിയാൽ മതിയെന്ന് വേദ പറയുകയാണ്. അന്നേരം പറയുന്നുണ്ട് അച്ഛൻ എന്തായിരുന്നു അസുഖം എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ ആവാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദിനി കയറി അറ്റാക്കാണെന്ന് തോന്നുന്നു സാറേ എന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ പറയും അറ്റാക്കൊന്നുമല്ല, ഒന്ന് ചെറിയൊരു തളർച്ച വന്നു, അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് SI സാബു ചോദിക്കുകയാണേ ആരാ കൂടെ നിന്നിരുന്നത് എന്ന് ചോദിക്കും കേട്ടോ അന്ന്. അപ്പോൾ വിനായക് പറഞ്ഞു ഞാനാണ് സാറേ എന്ന് പറയും കേട്ടോ. സംശയകരമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടേക്ക്, എപ്പോഴാണ് കാണാതായതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ചായ വാങ്ങാൻ വേണ്ടി രാവിലെ പോയതാണ്, വന്ന് നോക്കുമ്പോൾ അച്ഛനില്ല, ബാത്റൂമിലായിരിക്കും എന്ന് വിചാരിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പിന്നെ കാണാതായപ്പോഴാണ് ആൾ മിസ്സിങ് ആണെന്ന് മനസ്സിലായതെന്ന് പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്നൊക്കെ ചോദിക്കട്ടോ, വല്ല കാര്യം ആയ സമയത്ത് നടന്നിരുന്നു ചോദിക്കുമ്പോൾ വേദ പറയുകയാണെ വേദമല്ല നമ്മൾ നന്ദിനി ചാടി കയറി പറയാം അതെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ മുതൽ ഞങ്ങൾ ആരോ ഫോളോ ചെയ്തിരുന്നതായിട്ട് സംശയം ഉണ്ടായിരുന്നു, മാത്രമല്ല അച്ഛനൊരു വണ്ടി ഇടിക്കാൻ വന്നു, ആ സമയത്ത് വിക്രമാണ് അച്ഛനെ രക്ഷിച്ചത്. ആഹാ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറയട്ടോ. അതെ വിക്രമിന് വേദയ്ക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ ആരെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ സാബോറി ഇതൊക്കെ എന്താ മറച്ചു വെച്ചത് എന്ന് ചോദിക്കും കേട്ടോ. അത് ചെറിയൊരു സംശയമായിരുന്നു സാറേ എന്ന് വിശ്വം പറയാൻ കേട്ടോ. സംശയങ്ങളല്ലേ ആദ്യം പറയേണ്ടത്, നിങ്ങളുടെ ഭർത്താവിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മകൻ്റെ ശത്രുക്കൾ ആരെങ്കിലും അപായപ്പെടുത്തിയതായിരിക്കും ചോദിക്കും. കമലാമ്മ പറയുകയാണെ എൻ്റെ മാഷ ആരും അപായപ്പെടുത്തിയിട്ടൊന്നുമില്ല, എൻ്റെ മാഷ് തിരിച്ചു വരും. അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ്, വരാൻ ദൈവാനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ ആള്. എന്നിട്ട് വീണ്ടും വിക്രമിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ പറയുന്നുണ്ട് കേട്ടോ, സംസാരിക്കുകയാണെ. പിന്നെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് നാളെ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കണം നീയും അച്ഛനും തമ്മിൽ കുറച്ച് നാളായിട്ട് പ്രശ്നങ്ങളുണ്ടായെന്ന് എനിക്കറിയാം, ഇനി ആരും അറിയാതെ അച്ഛനെ തട്ടിക്കളയാന്നെങ്ങാനും വിചാരിച്ചോടാന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മളെ വിക്രമാണെന്നുണ്ടെങ്കിൽ സാബുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ്, പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. മാലിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് തോന്നിയാസം പറയാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, ഈ മാല കൊണ്ട് ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മറുപടി തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാനുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവണം കേട്ടോ. അപ്പോഴേക്കും എല്ലാവരും കൂടെ വന്നിങ്ങാട്ട് പിടിച്ച് വലിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ അയാളുടെ കൈയെടുക്കുന്നില്ല കേട്ടോ മേത്തുനിന്ന്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും. അങ്ങനെ അവസാനം വേദയും വിശ്വനൊക്കെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചിട്ട് മാറ്റാണ് കേട്ടോ. ഇതിനുള്ള മറുപടി ഞാൻ തരാടാ, ഇനി കേസൊന്ന് കഴിയട്ടെ എന്ന് പറയാം കേട്ടോ. നീ മലയ്ക്ക് പോയിട്ട് വായോ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും വേദ വന്നിട്ട് പറയും സാറല്ലേ വിക്രമിനെ പ്രകോപിപ്പിച്ചത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സാർ എന്തിനാണ് സംസാരിക്കുന്നത്, സാറിവിടെ കേസ് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ചു പോകണം, അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇപ്പോൾ തൽക്കാലം സാറ് പോകാൻ നോക്കുമെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കമലാമ്മ കരയെന്ന് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ. അരമണിക്കൂറത്തെ എപ്പിസോഡ് മാത്രം ഇപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ടുള്ളൂ, ഇനി കുറച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് എപ്പിസോഡും കൂടെ വരുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് റിവ്യൂ ഇടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.